യുദ്ധത്തിനിടയിൽ അമേരിക്കയുമായി ഇന്ത്യയുടെ പ്രതിരോധ കരാർ വിവാദം പുകയുന്നു. മോദി സർക്കാർ യുഎസുമായി 4134 കോടിയുടെ പ്രതിരോധ കരാറിലാണ് ഒപ്പിട്ടത്. ദേശീയ താൽപര്യം അവഗണിച്ച് സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്ക് രാജ്യത്തെ അടിയറവയ്ക്കുന്ന നടപടിയാണെന്ന് ആക്ഷേപം. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെയും M777 യുദ്ധത്തോക്കുകളുടെയും അറ്റകുറ്റപ്പണികൾക്കും അനുബന്ധ സേവനങ്ങൾക്കുമായാണ് കരാർ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമിറക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ അജണ്ടകളും രാഷ്ട്രീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനാണ് കരാറെന്ന് US ഡിപ്പാർട്ട്മെന്റ് തന്നെ വ്യക്തമാക്കി. മേഖലയിൽ തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായി ഇന്ത്യയെ നിലനിർത്താനും അമേരിക്കൻ ആയുധ വിപണി സജീവമാക്കാനും കരാർ സഹായിക്കുമെന്നും പ്രസ്താവനയിലുണ്ട്. ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ ചുമത്തുന്ന വ്യാപാര നികുതികൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും കീഴടങ്ങിയാണ് അമേരിക്കൻ കോർപ്പറേറ്റുകളെ തൃപ്തിപ്പെടുത്താൻ ഇന്ത്യൻ പ്രതിരോധ വിപണി തുറന്നുകൊടുക്കുന്നത്. സാങ്കേതിക വിദ്യ പൂർണ്ണമായി കൈമാറാൻ തയ്യാറാകാത്ത US കമ്പനികളെ അറ്റകുറ്റപ്പണികൾക്കായി പോലും ആശ്രയിക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ വിദേശ ശക്തികൾക്ക് മുന്നിൽ പണയപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും വിമർശനമുയർന്നിട്ടുണ്ട്.